ഹലോ. എടാ അത് ഞാനാ. ആ പറയ്. എന്താണ് പാട്? എവിടെയാ? വീട്ടിലാ? ഞാൻ വീട്ടിലുണ്ട്. എന്താണ് വിശേഷൊക്കെ? എന്താ കുഴപ്പമില്ല, അങ്ങനെ പോണു. ഇത് ആ ഞാൻ ചോദിക്കണോണ്ടൊന്നും തോന്നണ്ട, ഞാനൊരു ചെറിയ വിഷയം ഇങ്ങനെ അറിഞ്ഞു. ഇപ്പൊ ഇങ്ങനെ പൊതുവെ അറിഞ്ഞു തുടങ്ങിയിരുന്നു. അറിയാൻ വൈകിയെന്നാണ് എന്റെ അഭിപ്രായത്തിൽ. എന്താണ് വൈഫ് ഇങ്ങനെ പെരുമാറുന്നത്? എന്താ ചെയ്യാ, നമ്മള് ചെയ്യാനുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ കാണിച്ചപ്പോ നമ്മള് എന്താ നിലവിലിപ്പോ എന്താ പ്രശ്നം? എന്താണ് ഒരു നമ്മളിപ്പോ വേറൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ താമസിക്കുമ്പോൾ ആ വീട്ടുകാരോടും അവരോടൊക്കെ കുറച്ചൊരു അഡ്ജസ്റ്റ്മെന്റിൽ പോയാലും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ ആവശ്യമില്ലാതെ വാശി പിടിക്കുക, എല്ലാം തൊട്ടതിനും അങ്ങനെയൊക്കെ പ്രശ്നമാക്കുക, അങ്ങനെയൊക്കെ നമുക്ക് നമ്മളിപ്പോ എന്താ ചെയ്യാ? ഒരു കാര്യത്തിനൊരു നമ്മൾ നോക്കാഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യപ്പെട്ട കാര്യത്തിനാണ് നമ്മൾ ഈ പ്രശ്നം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇതിപ്പോ നിസ്സാര കാര്യങ്ങളായിരിക്കും. ചിലപ്പോ പോയാൽ വരുമ്പോ പിന്നെ നമ്മളിപ്പോ ചിലപ്പോ എന്തെങ്കിലും വാങ്ങിക്കാൻ മറന്ന അപ്പൊ അതൊരു വിഷയം. അല്ലെങ്കിൽ ഏട്ടന്റെ കുട്ടികൾക്കോ എന്റെ കുട്ടികൾക്കോ എന്തെങ്കിലും വാങ്ങിച്ചാൽ അത് അവൾക്ക് പ്രശ്നം. ഇനി സിനിമയ്ക്ക് പോകണം എന്ന് പറഞ്ഞാൽ നമ്മള് ചിലപ്പോ വർക്ക് കഴിഞ്ഞ് വരാൻ വൈകി കഴിഞ്ഞാൽ സിനിമയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അത് പ്രശ്നം. ഇങ്ങനെയുള്ള ഒരു നിസാര പ്രശ്നം. ആളിപ്പോ എവിടെ? അവിടെ ഉള്ളോടെ? അവളെ വിട്ടു പോയി. എന്താ സംഭവം? അവളൊന്നും വരുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനൊരു വാശി ഇല്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഒന്ന് പോയി സംസാരിച്ചാൽ ശരിയാവും ഇപ്പൊ കാര്യം? അത് പോയിട്ടൊന്നും കാര്യമില്ല. അത് എനിക്ക് തോന്നുന്നില്ല അത് പോയാൽ ശരിയാവുന്നുള്ളത്. ഞാൻ പോണാ? ഇപ്പൊ ഈ പോവാതിരിക്കണ്ട. ഇവിടുന്ന് ഇപ്പൊ അമ്മോനും എല്ലാരും കൂടി പോയി സംസാരിച്ചാണ്. പിന്നെന്താ വിഷയം വെച്ചാല് ഓളമ്മയും പാപ്പും തന്നെ പ്രശ്നം. അതല്ലെങ്കിൽ അവനാന്റെ മകളാണ്, ആൾക്കാരുടെ ജീവിതം കിട്ടുന്നത് നല്ല പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടല്ലോ. അതാ ഞാൻ പറയണത്, ഞാൻ അവിടെ പോയിട്ടുള്ള ഉമ്മാനോടും പാപ്പാനോടും ഒക്കെ ഒന്ന് സംസാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? സംസാരിച്ചു നോക്ക്. കാരണം അല്ലാതെ ഇപ്പൊ വേണ്ടാന്ന് ഞാൻ പറയില്ല, പക്ഷെ പോയിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പോയി നോക്ക്, അല്ലാതെ ഞാൻ എന്താ പറയാ. ആയിക്കോട്ടെ, ഞാൻ നോക്കട്ടെ എന്നാ. എന്നാ ശരി. ശരി. ആരൊക്കെയായിട്ട് അസ്സലാമലൈക്കും. വലൈക്കും സലാം. വാ വാ, കയറിയിരിക്ക്. എന്താണ് എല്ലാരും അവിടെ? ഒന്നുമില്ല, സ്വന്തം കയറിയിരിക്കോട്ടെ. എവിടെ എല്ലാരും? ആരൊക്കെയാ വന്നെ നോക്ക്. പിന്നെ എന്തൊക്കെയാണ്? നല്ല വിശേഷം. അതെ അതെ അതെ. സുമി എന്ത്? എന്താണ് വിശേഷങ്ങളൊക്കെ? വിശേഷല്ലേ ഉള്ളൂ. എന്താ ഇവിടെ ഒരു സ്വസ്ഥത ഇല്ല. അതന്നെ. 2 ദിവസമായി ഇങ്ങോട്ട് വരണം എന്ന് വിചാരിക്കണം, ഒന്ന് സംസാരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട്. കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കുറേശ്ശെ അറിഞ്ഞ്. അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടൊന്ന് ഇങ്ങോട്ട് പോന്നതാണ്. സുമി നിങ്ങളതിനൊക്കെ ഒന്ന് കാണാലോ. എന്താണ് ഇപ്പൊ ഇങ്ങനെ പോയാ മതിയാ? അല്ല, നമ്മള് പോയ കൊറേ പൈസയും ചെലവിട്ട് കൊറേ സ്ത്രീധനവും കൊടുത്ത് കല്യാണവും കഴിപ്പിച്ച് കൊടുത്തയച്ചിട്ട് ഓനൊരു വിലയില്ലാന്ന് വെച്ചാല് ഓളുടെ കാര്യം ശ്രദ്ധിക്കാൻ ഓന് നേരമില്ല. ഓളെ പറ്റിയിട്ടൊരു വിചാരമില്ല. ഓന്റെ പണിക്ക് പോവുക. ഞാനിപ്പോ ഓനോട് സംസാരിച്ചിരുന്നു നേരത്തെ. പറഞ്ഞ എന്താ വെച്ചാല് ചെറിയ നിസ്സാര വിഷയങ്ങളൊക്കെ ഇങ്ങനെ ഊതിപ്പെരുപ്പിക്കുക. നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളിലൊക്കെ പോണ്ടേ. അപ്പൊ അത് സുമിയുടെ അടുത്തും കുറച്ചൊരു പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് അവൻ പറയണത്. അല്ല, ചെറിയ ചില നിസ്സാര കാര്യങ്ങൾക്ക് അത് വാങ്ങിയില്ല, അത് വാങ്ങിയില്ല, അല്ലെങ്കിൽ ഒരു ദിവസം സിനിമയ്ക്ക് കൊണ്ടുപോയില്ല, ഇങ്ങനത്തെയൊക്കെ നിസ്സാരമായിട്ടുള്ള. അല്ല, ഓള് ഇവിടെ പിയേഴ്സ് സോപ്പ് തേച്ച് മാത്രമേ ഞങ്ങൾ കുളിപ്പിച്ച. അവൾക്ക് അതാണ് ഇഷ്ടം, അത് തന്നെയാണ് ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കല്. അവിടെ ചെന്നതിന് ശേഷം ഉണ്ട് ചന്ദ്രികയും വാങ്ങിച്ചോണ്ട് കൊടുത്തേക്കുന്നു.
അതപ്പോ അവക്ക് പറ്റുമോ? ഒരു നിസാര അത് നിസാര കാര്യമാണ്. ഞങ്ങൾ അങ്ങനെയാണ് അവളെ പഠിപ്പിച്ചു കൊടുത്തയച്ചത്. അല്ല, പഠിപ്പിച്ചതൊക്കെ ഒക്കെ അത് നല്ല കാര്യം തന്നെ. പക്ഷെ വേറൊരു വീട്ടില് പോകുമ്പോ നമ്മള് പിന്നെ ഓൻ എന്താന്ന് വെച്ചാല് ഓക്ക് ആദ്യം മുതൽ ചെറിയൊരു തലവേദന ഉണ്ട്. ഓൾ അത് വെച്ചിട്ട് ഒരു 7 മണി 8 മണി വരെ കിടന്നുറങ്ങും. അപ്പൊ ഓന് പണിക്ക് പോകുമ്പോ ഓൻ ആ അടുക്കളയിൽ കയറിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചുകൂടല്ലോ. ഓന്റെ ഉമ്മയും അവിടെ ഇവരൊക്കെ ഇല്ലേ. അപ്പൊ ഓൾ ഉണ്ടാക്കി കൊടുത്തില്ല എന്നും പറഞ്ഞിട്ട് ഓൻ ഏത് നേരം ബഹളം. അതൊക്കെ ഇപ്പൊ നടക്കുന്ന കാര്യമാണോ? അല്ല, ഞാൻ പറയട്ടെ എന്താ സംഭവിച്ചാലേ, ആ ചായ ഉണ്ടാക്കി കൊടുക്ക, ഭർത്താവ് എല്ലാ ദിവസവും ജോലിക്ക് പോണതല്ലേ. അപ്പൊ അവനെനിക്ക് കുട്ടിക്കാലം മുതൽ അറിയണാണ്. അപ്പോ അവന്റെ ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കും കൂടി ആണല്ലോ ഒരു കല്യാണം കഴിക്കണതൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ട് അതൊക്കെ സുമി ചെയ്തു കൊടുക്കണ്ടല്ലേ. അതല്ല ജമാലെ, ഇവളെ ഒരു കാര്യത്തിനും ഒരു ശ്രദ്ധയില്ല. അല്ല, എന്റെ കുറ്റങ്ങൾ മാത്രമൊന്നുമല്ല, അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാനാണ് അവനെ നിർബന്ധിച്ചിട്ട് പറഞ്ഞത് ഞാനൊന്ന് പോയി സംസാരിക്കാന്നുള്ളത്. എന്തായാലും കല്യാണം കഴിഞ്ഞ് നമ്മള് ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുമ്പോ ചില സൗന്ദര്യ പിണക്കമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പരസ്പരം വിട്ടുവീഴ്ചയാണ് എപ്പോഴും ഒരു ജീവിതത്തിന്റെ വിജയം. അല്ല, ഓള് രാവിലെ പോകുമ്പോ പറഞ്ഞു ഇന്ന് നമുക്ക് സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഓനെ പണിക്ക് വിട്ടത്. പണി കഴിഞ്ഞ് ഓൻ കുറെ കഴിഞ്ഞ് താമസിച്ചൊക്കെ വന്നു. അപ്പൊ എന്തേ കാര്യം ചോദിച്ചപ്പം വണ്ടി ബ്ലോക്ക് ആണ് അത്ര. അതാണോ ഒരു സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞ അന്നേരം അവനെ കൂട്ടി കൊണ്ടോണ്ടേ? അവനത് ബ്ലോക്ക് ആണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിരിക്കല. ബ്ലോക്ക് ആവണതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കണല്ലേ. ഇതൊക്കെ ഇപ്പൊ ഒരു കാരണം അല്ലേന്നോ? എന്റെ എന്താണ് ഈ കേൾക്കണത്? ഒരു കുടുംബം നടന്നു പോകാൻ പറ്റിയ ഒരു കാരണമാണ് അപ്പൊ ഇതൊക്കെ. അല്ല, ഇവിടെ വളർന്ന ഒരു ചുറ്റുപാടോ മനസ്സിലാക്കണ്ടേ. വീട്ടിലെ ചുറ്റുപാട് പോലെ ആയിക്കോളന്നില്ല. ഓനക്കാണെങ്കിൽ പ്രത്യേകിച്ച് അവിടെ ആരുമില്ല, ഒരു ഉമ്മയില്ല ചെയ്തു കൊടുക്കാന്. പിന്നെ ആകള് പെങ്ങന്മാരോ ഓലെ കോല വരലല്ലേ. ഇവള് മാത്രല്ല അവിടെ ഉള്ളു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്ക് ഇഷ്ടമുള്ള ഓൻ എന്തെങ്കിലും ഒരു ഡ്രസ്സ് കണ്ട് വാങ്ങിച്ചോണ്ട് കൊടുക്കും. ഓക്ക് പറ്റുന്ന കളർ ആവൂല. ഓൻ വിചാരിക്കുന്നത് നിങ്ങൾ ഈ കളറിന്റെ ഇതിന്റെ ഒന്നും കാര്യം പറയില്ല. അതൊക്കെ നിസാരമായിട്ടുള്ള വിഷയങ്ങളാണ് ഉമ്മ. വെറുതെ നിങ്ങൾ മോളേനെ ഇതാക്കരുത്. കാരണം അവളെ കൊഞ്ചിച്ച് വഷളാക്കരുത്. വിഷയങ്ങൾ എല്ലാ വീട്ടിലും ഉണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കണം. പറഞ്ഞ് മനസ്സിലാക്കുക, തിരുത്തുക. അതിന് വിട്ടുവീഴ്ച ചെയ്തിട്ട് ഒരു കുടുംബം മുന്നോട്ട് പോകാനാ നോക്കേണ്ടത്. കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ ഇവിടെ വന്ന് നിൽക്കും, അവിടെ ഒറ്റയ്ക്ക് എല്ലാ കുടുംബത്ത്. അപ്പൊ നിങ്ങൾ ഈ റോഡ് ബ്ലോക്ക് ആയതും പിയേഴ്സിന് പകരം ചന്ദ്രിക ഓടുന്നതും കളറ് മാറിയതൊക്കെ ഇതൊക്കെ ഒരാളോട് പറയാൻ നന്നായി കേസ്. ഇപ്പ ഓള് ഇവിടുത്തെ മോളായിരിക്കും, ഇവിടുത്തെ പുന്നാരക്കുട്ടി ആയിരിക്കും. പക്ഷെ ഓൾ അവിടുത്തെ മരുവോളാണ്, ഓന്റെ ഭാര്യയാണ്. ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കടമകളുണ്ട്. അപ്പൊ ഓനും ഇല്ലേ? അത് ഓനും ഇല്ലേ? ഓന്റെ കടമയൊക്കെ ഓൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നും ഒന്നിലും കാണുന്ന കുടുംബമല്ല അത്. ഈ കല്യാണത്തിൽ ഞാൻ ഇടപെട്ടിട്ടുള്ളതല്ലേ, നിങ്ങൾക്ക് അറിയണ കാര്യമല്ലേ. അപ്പൊ അതിന് ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നുള്ളത്. അല്ലാതെ എല്ലാ ദിവസവും ഓന്റെ കുടുംബക്കാര്, അമ്മമ്മ വരിക, വല്യാപ്പ വരിക, ഇതൊന്നും വന്നിട്ട് അത് നടക്കുന്ന കേസല്ല. ഇത് ഇന്നത്തോട് കൂടി ഇതിന് തീരുമാനം ഉണ്ടാക്കണം. അതല്ല നിങ്ങളെ മോളേനെ ഇവിടെ വെക്കാനാണ് തീരുമാനിച്ചെങ്കിൽ അത് പറയണം. ഇത് പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് വേണമെങ്കിൽ അവിടെ പോയിട്ട് ഒരു തീരുമാനം പറയാം. എന്ത് ഓളെ സൗകര്യത്തിനനുസരിച്ചല്ല അവിടുത്തെ ചില കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടത്തെ കാര്യങ്ങൾ നടക്കൂല. ഉള്ള സൗകര്യത്തിന് എല്ലാ കാര്യങ്ങളും ഒരു കുടുംബത്തിൽ നടക്കാത്ത ആരാം വീടല്ലേ, അത് വേറൊരു വീടല്ലേ. അവിടെ എങ്ങനെയാണ് നമ്മളെ സൗകര്യത്തിന് എല്ലാ കാര്യം? നിങ്ങൾ ഇവിടെ വന്നപ്പോ നിങ്ങളുടെ ഇഷ്ടത്തിനായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അന്നത്തെ കാലല്ല. ഇന്ന് എന്റെ മോളെ ഞങ്ങൾ അങ്ങനെ വളർത്തിക്കൊണ്ടുപോയി മോളെ അങ്ങനെ വളർത്തിയൊക്കെ സമ്മതിച്ചൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പുതിയ ജീവിതം മോളാണ്, നിങ്ങളല്ല ജീവിക്കുന്നത്. മോളും ഓനും കൂടിയിട്ടാണ്. അപ്പൊ അവരുടെ ജീവിതത്തിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങളാണ് ഇവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഓക്ക് നല്ല ഭക്ഷണമൊന്നും അവിടെ കിട്ടലില്ല. അവള് വിചാരിച്ച സാധനം പിന്നെ കല്ലും മണ്ണ് അവിടെ വാരി തിന്നുന്നത് എന്ത് വർത്താനങ്ങൾ ഈ പറയുന്നത്? ആരോടാ ഈ പറയുന്നത്? അവളോട് ചോദിച്ചു നോക്ക്. എന്താ തീരുമാനം പറയാ? ഉമ്മാന്റെ ഉപ്പാന്റെ വർത്താനം അവിടെ കട്ടെ. എന്താ എന്റെ തീരുമാനം? എന്താ ഓൻ ഇങ്ങനെയൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ. എന്നെ തല്ലണം പിടിക്കണമൊന്നുമില്ലല്ലോ. 4 നേരം ആൾക്ക് ഫുഡിനുള്ള ഒരു കുറവ് അവിടെ വരില്ല. വസ്ത്രത്തിന് ബുദ്ധിമുട്ടില്ല, ഒന്നുമില്ല. ഇന്നത്തെ ഒരു ചെക്കന്മാർ ഇങ്ങനത്തെ ഒരു ചെക്കനാണെങ്കിൽ ഇനി എന്ത് കിട്ടും വിചാരിച്ചിട്ടേ. മാത്രം മതിയോ? പിന്നെ എന്താണ് വേണ്ടത് പറയാം. എന്റെ പ്രശ്നം പറയും. എനിക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്. എന്താ? എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടാ വീട്ടിലേക്ക് കയറി. ചില സ്വപ്നങ്ങളൊക്കെ നമ്മൾ കുഴിച്ചു മൂടേണ്ടി വരും. എല്ലാ സ്വപ്നവും പറയും മോളെ. ഈ പറയാനുള്ളൊക്കെ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞു. അത്ര വലിയ സ്വപ്നമൊന്നല്ല. എനിക്ക് ആഴ്ചയിൽ ഒരു സിനിമയ്ക്ക് പോകണം. പിന്നെ ആഴ്ചയിൽ 2 വട്ടം പുറത്തുനിന്നുള്ള ഫുഡ്. എനിക്കാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോ, അല്ലെങ്കിൽ നൂഡിൽസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ ഇക്കാക്ക് പറ്റൂല. എന്നാ പിന്നെ ഇക്ക വന്ന് അടുക്കള എന്തെങ്കിലും ഉണ്ടാക്കുക വെച്ചാൽ അതും ചെയ്യൂല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിന്റെ മോളെ അടുക്കളയിൽ കേറ്റിയിട്ടില്ലെന്ന് വരെ. അതന്നെ അതിന്റെ കുഴപ്പമുണ്ട്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അല്ല, ഇതൊക്കെയാണോ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ?
അതെ, ഇതൊക്കെ വേണ്ടാന്ന് വെക്കാൻ പറ്റാവുന്ന സ്വപ്നങ്ങൾ തന്നെയുള്ളൂ. നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം സിനിമ കാണുന്നുണ്ട് അവിടെ തിയേറ്ററിൽ പോയിട്ട്? നിങ്ങൾ കൊണ്ടുപോകലുണ്ട് അവരെ? ഒന്നുമില്ല. ഇല്ലല്ലോ. പഴയ മനുഷ്യന്മാരല്ലേ ആ ജമാല്? അപ്പൊ അതാ ഞാൻ പറയുന്നത്, സിനിമ ചിലപ്പോ കാണാൻ പറ്റും, കാണാൻ പറ്റില്ല, തീരെ കൊണ്ടുപോകാതെ ഇരിക്കണില്ലല്ലോ, അതെനിക്കറിയാം. പിന്നെ അടുക്കളയിൽ കയറിയിട്ട് ഒന്നും വെച്ചുണ്ടാക്കാൻ അറിയില്ല എന്നുള്ളത് ഈ 25-27 വയസ്സുള്ള ഈ പറയണത് തന്നെ തെറ്റാണ്. ഇന്നിപ്പോ എന്തൊക്കെ സൗകര്യം ഉണ്ട്, ഒരു യൂട്യൂബിൽ നോക്കിയാലും അറിയാം. പിന്നെ ചോറ് വെക്കാൻ എന്താ പണിയുള്ളത്? ഒരു കറി ഉണ്ടാക്കാൻ. എന്തിനും അതിന് മാർഗങ്ങളുണ്ട്. അത് പഠിക്കാൻ തയ്യാറാവണില്ലേ, അതാണ് കുഴപ്പം. അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ഉമ്മ തയ്യാറാവണില്ല. ഈ നിസാര പ്രശ്നങ്ങൾ ഊതി പെരുപ്പിച്ചിട്ട് മകളെ അവിടുന്ന് ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇവിടെ ഓളെന്നാലും പച്ചക്കറി എന്നിട്ട് ഓളെ കൈ മുറിഞ്ഞു അറിയാം. കൈ മുറിയുന്നേ, സ്റ്റിച്ചൊക്കെ ഇടേണ്ടി വരും ചിലപ്പോ. അതൊക്കെ സ്വാഭാവികമാണ്. ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കണം, അത് അരിയാനോ അതൊക്കെ പഠിക്കേണ്ടി വരും. നല്ല മുറിഞ്ഞ ഓളുടെ. അതെ, വർത്താനം കൂടുതലും നമ്മൾ ഈ ചെറിയ വർത്താനം പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. എന്താ നിങ്ങളെ തീരുമാനം? മോളെ പറഞ്ഞയക്കാൻ തയ്യാറുണ്ടോ? ഓക്ക് അവിടുത്തെ പുകയും കരിയും കൊണ്ട് കൈയും മുറിച്ച് അവിടുത്തെ സുഖം ഇല്ലാതെ ജീവിക്കാൻ ഒക്കെ കഴിയൂല. അത് തന്നെ കാര്യം. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ജമാലിനെ മനസ്സിലാക്കുക. ഓള അങ്ങനെ പറഞ്ഞ കുട്ടിയാ, ഈ തലമുറയിലെ കുട്ടിയല്ലേ. അവളെ സന്തോഷമാണ് ഞങ്ങളെ സന്തോഷം. അങ്ങനെയാണ് വെച്ചെങ്കിൽ നിങ്ങൾ മോളെ പറഞ്ഞയക്കാൻ തയ്യാറാവണം. അതിപ്പോ നിങ്ങൾ കാളയും വിടൂല കയറും വിടൂല പറഞ്ഞാൽ നടക്കില്ല. അവളെ വേദനിപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് അവളെ ആരും അവിടെ വേദനിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ഇത് വെറുതെ ഉണ്ടാക്കിയിട്ട് ഓരോന്ന് പറയാണ്, ഇല്ലാത്ത കാര്യങ്ങൾ. എന്താ എന്റെ അഭിപ്രായം? ഈ പോവാൻ തയ്യാറുണ്ടാ? അനക്ക് സന്തോഷമുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ലെങ്കിൽ ഈ എന്തിനാ പോണേന്നാ ഞാൻ ചോദിക്കണേ. അപ്പൊ നിങ്ങൾ സന്തോഷം ഞങ്ങളെ. അപ്പൊ ഈ പോരാനും തയ്യാറല്ല, അന്നെ പറഞ്ഞയക്കാൻ എന്റെ ഉപ്പയമ്മയും തയ്യാറും അല്ല. ഞങ്ങൾ ഈ സംസാരം നിർത്തുകയാണ്. കൂടുതൽ നമ്മൾ സംസാരിച്ചിട്ട് തെറ്റാതിരിക്കല്ലേ നല്ലേ, പോവാ. മോളെ അതിന്റെ ഏറ്റവും വലിയ പരാജയം അന്റെ തമ്പി തള്ളിയാട്ടോ. ഈറ്റങ്ങള് കുഴി പോവാതെ ഈ ഒരിക്കലും നന്നാവില്ല. ഇത് പറഞ്ഞോണ്ട് ഒന്നും വിചാരിക്കണ്ട, വിചാരിച്ചാലും ഇച്ചിരി തേങ്ങയില്ല. നേർവഴിക്ക് ഒന്നൂടെ. നടത്തേണ്ടതാണ് പപ്പി ചെയ്യേണ്ടത്. പക്ഷെ ഇതിനുള്ളിൽ ആരല്ല നടക്കുന്നത്. നാളെ ഇനി മോള് മനസ്സിലാക്കുള്ളൂ ഓന്റെ വില. അടക്കി ഓൾക്ക് അതങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് പോയാൽ മതി. ഈ അതൊന്നും കേൾക്കണ്ട. ഈ ലേശം നേരം അവിടെ അപ്പുറത്ത് പോയിട്ട് ആ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ സിനിമ കാണുക, എന്താ വെച്ചാൽ ചെയ്യാൻ പോയിക്കോ. അല്ല, നിങ്ങൾ ഇന്നിപ്പോ ഉച്ചക്ക് കുഴിമന്തി വാങ്ങാന്ന് പറഞ്ഞിട്ട് അത് ഓർഡർ കൊടുത്തു വല്ലതും ചെയ്തോ? നിങ്ങൾ അത് വേഗം ഓർഡർ കൊടുത്തേ, എന്നിട്ട് വേണം എല്ലാവർക്കും കൂടി ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടിട്ട്. ഇജ്ജ് പോയി കിടന്നോ? അല്ല പിന്നെ ഓരോരുത്തരും ഓരോ വർത്താനം അങ്ങോട്ട് കേട്ട്